ഒന്നും ഞാൻ അവളെ ചെയ്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്ക് കിട്ടിയേക്കണെന്ന് അറിയോ? അല്ല, അവിടെ ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ ഗൈസ്? സംഗതി ഞങ്ങൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പം അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിഹൈൻഡ് ദി വുഡ്സ് എന്ന് പറഞ്ഞ ചാനൽ പറഞ്ഞു ഈ പറഞ്ഞു ബിഹൈൻഡ് ദി വുഡ്സ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ റെഡിയാണ്. സിംഗ് എനിക്ക് കുട്ടിയിട്ടാണ്, കുട്ടിയിടാറില്ല. ഇന്നിപ്പോ ഞാൻ പെൺപോന്നനാവുമല്ലോ അല്ലേ? ഇതിട്ട് കഴിഞ്ഞാല് ഇടാത്ത പോലെ മമ്മൂട്ടി എല്ലാരും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം. അതത്രേ ഉള്ളു. ഉള്ളിൽ സങ്കടം എന്തിട്ടോ? നമ്മൾ ലവ് സ്റ്റോറി ഫസ്റ്റ് ചോദിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും മല്ലിയ. ലവ് സ്റ്റോറി നീ പറഞ്ഞാൽ മതിട്ടോ. വന്നിട്ട് പോലും ഞാൻ ലവ് സ്റ്റോറി വിളിച്ചതാക്കിയിട്ടില്ല. അമ്മയോട് പറയണ്ട. നിങ്ങളോട് ഞാൻ പറയൂലായി. അറേഞ്ച്ഡ് മാരേജ് എന്നാണ്. അയാൻ കളയാ അതെടുത്ത് കണ്ണു തേച്ച് മൂക്കുന്നെടുത്ത് കണ്ണു തേച്ച്. വീഡിയോയിൽ ഉമ്മ വെക്കുന്ന കാര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞാല് അതാ പ്രശ്നം. ഈ ക്യാമറന്റെ ആംഗിളില് ഭയങ്കര പ്രശ്നങ്ങളെ. രസമുണ്ട്. ഏകദേശം ഇതേ കളർ ഷർട്ടാണ് എല്ലാ ഇന്റർവ്യൂലും. സഫാരിയിലും ഇതിന്റെ വേറെ കളറ്. എന്താ പറഞ്ഞിട്ടേ മാക്സ് സ്റ്റുഡിയോ അതൊക്കെ മതി, കുറച്ച് മതി. ഇന്റർവ്യൂ പേടിയടാ. മറ്റേത് കട്ട് ചെയ്തെടുക്കാലോ, ഇന്റർവ്യൂ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇവരാണെങ്കിലോ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കേട്ട് നിൽക്കുക. ഞങ്ങളും എന്തെങ്കിലും കയ്യിൽ നിന്ന് അബദ്ധം പറഞ്ഞു ചിങ്കു അബദ്ധമൊന്നും പറയരുതേ. ഡാഡി മമ്മിയൊക്കെ ഉണ്ട് ഇന്ന് പോയി. ഇന്ന് ഒരു നമ്മളെ ഞാൻ ബിഹൈൻഡ് ദ സീൻ. ഞാൻ ബിഹൈൻഡ് ഇവിടെ ഇവിടെ ക്യാമറയിൽ കാണുന്നുണ്ട്. ഇപ്പൊ കഴുത്തിലൂടെ രണ്ട് കളറ്. അത് വിഷമായി അറിയണ്ടീല്. ഓളിപ്പൊ വരച്ച നോക്ക്, വരച്ച് നിർത്തിയ വര ഞാൻ കാണിച്ചത് അവിടെ. അങ്ങനല്ല, മൊത്തം ഇട്ടാ കുഴപ്പമില്ല. സിംഗുവിന്റെ മേക്കപ്പാ? ചിങ്കു 5 മണിക്ക് നീറ്റ് മേക്കപ്പ് ഇട്ടിരിക്കണ്ട്. ഇല്ലടാ, ഞങ്ങളില്ലേ 10 മണി വരെ ഇങ്ങനെ ഇരിക്കും. 10 മണിക്ക് വെച്ചിട്ടോ ഞങ്ങള് വൈത്തി കഴിഞ്ഞു പഠിച്ചോനെ ഓടി പഠിച്ച്. സിംഗൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഫുഡ് ഒറ്റപ്പെടുത്തും. എന്നിട്ട് അതിൽ ഞാൻ കുട്ടിയുടെ ഇന്നലെ മേടിച്ചോ? ഇല്ല, ഇതൊന്നും ഇവിടെ കിട്ടാനില്ല. വേറെ വാങ്ങിട്ടോ. കഴിഞ്ഞോ? എന്താ പനിനീര് കൊടയേ? അതെവിടെ കിട്ടുക? അത് ദുബായി പോണം. ചെന്നൈയിലുണ്ട് തോന്നുന്നു. റഷ്യ കിട്ടൂല? റഷ്യയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇതിലാണ് ഫോക്കസും ശിങ്കുവിന്റെ മൊത്തം എന്തൊക്കെ ഉണ്ട്? 1 2 3 4 ലെയർ എന്തൊക്കെയോ. ഈ എന്താ ഇവിടെ ഇട്ടിരിക്കണ ശിങ്കു? കണ്ണുകുഴിയില് കണ്ണുകുഴിയിലില്ല. ഇതന്നെ കുറച്ച് ഇങ്ങനെ തേച്ച്. നമുക്കിനി ആഫ്റ്റർ ഇതെന്തിനറിയോ? പെട്ടെന്ന് സെറ്റ് ആവാനാ? ഓക്കെ ഓക്കെ ഓക്കെ.
അബദ്ധം പറഞ്ഞാൽ കട്ട് ചെയ്യും. വല്ല അബദ്ധം പറഞ്ഞു കട്ട് ചെയ്തിട്ട് വേറൊരു എപ്പിസോഡായിട്ട് ബിഹൈൻഡ് ദ സീൻ ഇടും. അതല്ല, ആ അബദ്ധം എനിക്ക് ഫസ്റ്റ് എടുത്ത് ഉണ്ടാവും. ക്യൂട്ടായിട്ട് പറയുന്നതേനും ആക്ഷൻ പറയും പറയുന്നു ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻ അപ്പൊ അതെന്റെ ഷോന്റെ പേരായിരുന്നു നിന്റെ എക്സ്പ്രഷൻ അറിയണത്. അവസാനം ഇവര് കാണിക്കില്ല, ഞാൻ കാണിക്കട്ടെ ഞാൻ ചോദിച്ചത് അവസാനം. മഴയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വരുന്നത് പോയിരുന്നു. ഈ കല്യാണമൊക്കെ ആ സമയത്ത് കുറേ വണ്ടികളൊക്കെ വരണ്ടായിരുന്നു. അല്ലാതെ അപ്പൊ മറ്റേ വീട്ടിലേക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് ഓക്കെ. ഇത് യാസിന്റെ ഉമ്മയാണ് റംല. ഇത് യാസിന്റെ വൈഫ് ഷിൻഷിദ ആൻഡ് യാസിന്റെ ഫാദർ ബഷീർ അല്ലേ? ഇപ്പൊ ഭയങ്കര ഓളാണ്. എന്ത് പറയുന്നു? ഹൗ ആർ യു എല്ലാവരും? നമ്മള് ആക്ച്വലി മെയിൻ ആയിട്ട് നമ്മളിപ്പോ വയനാടാണ് വന്ന് നിൽക്കുന്നത്. യാസിന്റെ വീട് വയനാടാണ്. ഇപ്പൊ വയനാടിന്റെ ഏതാണ്ട് ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എല്ലാം ഓക്കെ. ഉപ്പ എല്ലാ വീഡിയോക്ക് കമന്റ് ചെയ്തു. ഉപ്പ മലയാളത്തിൽ കമന്റ് ചെയ്തോ കമന്റ് ചെയ്തു. ഇപ്പൊ ഉപ്പേണത് തെറ്റല്ലേ? ഇൻസ്റ്റഗ്രാമിൽ നമ്മളാണ് ഓപ്പൺ ചെയ്തൊക്കെ കൊടുത്ത് സ്വന്തം പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടില്ല. വീഡിയോ ഇട്ട് ചാർജ് ഇല്ല, കുത്തിട്ട് നോർമലി വ്യൂ നോക്കാൻ വേണ്ടിട്ട് കയറി. അപ്പൊ എല്ലാരും നല്ല കമന്റ് ഉപ്പച്ചി പറയൂ, നിങ്ങൾ കമന്റ് ഇടുന്നത് പറയും. ഞാൻ തീരെ കമന്റ് ഇടാൻ എനിക്കറിയില്ല. ഉമ്മയുടെ നിന്ന് കമന്റ് ഇടാറുണ്ടോ? ഉമ്മാക്ക് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഒന്നും കമന്റ് ഇടാൻ എനിക്കറിയില്ല. അഥവാ കമന്റ് വന്നാൽ വായിക്കണം തന്നെ ക്ലാസ് ആക്കണം. അതല്ല, അപ്പൊ ഇതിൽ കമന്റ് വലിയൊരു ഫാമിലിയാ. രണ്ടുപേരും പറഞ്ഞാൽ അപ്പൊ എന്ത് എന്തായാലും പണ്ടുള്ളവർ ഇവിടെ ചെയ്തല്ലോ. കാണുന്നുണ്ട് എന്തല്ലോ, ഒന്നും ഞാൻ അവളെ പേര് കൊടുത്തിട്ടില്ല. കുറെ കൊടുത്ത ആൾക്കാരുണ്ട് ഈ ഭാഗത്തുനിന്നല്ല. ഈ കണ്ണൂര് മറ്റേ
അവന്റെ ഭാഗത്തൊക്കെ. അതുകൊണ്ടൊന്നല്ല, ഇത്രയും വർഷം നമ്മുടെ സ്നേഹം കൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അവളെ കുറിച്ച് എനിക്കറിയാം. സ്നേഹം തന്നെ, ഇപ്പോൾ സ്നേഹം തന്നെ. അതെ, ഇപ്പോഴും എന്തോ സ്നേഹമാണ് എന്ത് സ്നേഹം? മക്കളെ ഞാൻ നോക്കാൻ. സ്നേഹം നോക്കിയില്ലല്ലോ. എന്തറിയോ സ്നേഹം പറഞ്ഞാല് നാളെ കൊണ്ടിട്ട് ഇവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇവരുടെ ലവ് സ്റ്റോറി നമുക്ക് അറിയില്ല അല്ലേ? ഉപ്പ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ലവ് സ്റ്റോറി എന്താന്ന്? ഞാൻ ഇല്ല, ഉപ്പ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ പറയും കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് അറിയാത്തതെന്ന് ചോദിച്ചോണ്ടാ. ഓക്കെ, പറഞ്ഞു എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? പല കാര്യങ്ങളും ഇപ്പൊ പുറത്തേക്ക് സന്തോഷം. ആക്ച്വലി നിങ്ങളുടെ ഫാമിലി ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്യണതും ഫണ്ടും എല്ലാം നല്ല രസമുണ്ട്. ഇതേപോലെ തന്നെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോട്ടെ. ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യട്ടെ. ആ ലക്ഷദ്വീപ് ട്രിപ്പ് നമ്മൾ യൂട്യൂബിൽ കാണണം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഇവരടുത്ത് പിന്നെ പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചാച്ച മറ്റേ ഫോട്ടോ അങ്ങനെയല്ല, നിങ്ങൾ തന്നെ പറയണോ ക്യാമറ നോക്കിയിട്ട്? ബിഹൈൻഡ് ബുക്സ് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ബുക്സിന്റെ ഹി ഓർ ഷീ സെഗ്മെന്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്നിട്ട് കൈയടിക്കുന്നത്. ഓക്കെ, ബിഹൈൻഡ് ബുക്സിന്റെ ഹി ഓർ ഷീ സെഗ്മെന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹായ് ഗൈസ്. ഓക്കെ, സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആരാണ് ആ ആൻസർ കറക്റ്റ് ആൻസർ എങ്കിൽ അവര് ഹാറ്റ് വെക്കുക. ഓക്കെ, നിങ്ങൾക്കിടയിലെ ബെസ്റ്റ് ഡാൻസർ ആരാണ്? ആരുമില്ല. ഓക്കെ, പിണങ്ങിയാൽ ആദ്യം മിണ്ടാൻ എത്തുന്നത് ആരായിരിക്കും? കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്ക് കിട്ടിയിരിക്കണെന്ന് അറിയോ? അല്ല, അവിടെ ഇവിടെ ആക്ച്വലി ദേഷ്യം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയാ ഷിൻഷിനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പിയാണോ? ഇന്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് നമ്മളിന്ന് ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്കൊക്കെ അത് അടുക്കളയിലാപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇമ്മ എന്തൊക്കെ ഉണ്ടാക്കണമ്മ? ബിരിയാണി ആക്കാന്ന് വിചാരിച്ച ചിങ്കു. ആ, പക്ഷേ ടൈം ഇല്ല, അവർക്ക് പോണം. രാവിലെ വന്നൊക്കെ കോഴി പൊരിച്ചത്, നെയ്ച്ചോറും ഇത് മതിയാവോ? കോഴിക്കറിയും. ശിങ്കു എന്താ ഉണ്ടാക്കണേ? തൈരോ? ആ, ഇതമ്മ ചിക്കൻ എടുത്തുന്ന ഫ്രിഡ്ജിക്ക് വെക്ക് ബാക്കി ശരല്ല ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഉള്ളിയൊക്കെ കുനകുനാന്ന് മുരി ഓരൊക്കെ ഉള്ളിൽ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്റർവ്യൂ ഉപ്പച്ചീന്റെ പുള്ളിയാന്ന് പറഞ്ഞു. ഉപ്പച്ചിയാണ് തകർത്തേന്ന്. ഓർക്കുള്ള കണ്ടന്റ് ഒക്കെ ഉപ്പച്ചി കൊടുത്തേക്കണെന്ന് നിന്ന് കത്തുന്ന പറഞ്ഞു ഉപ്പച്ചി. കുഞ്ഞാവൻ നല്ല പ്രേമിച്ചിട്ട് കുടികിട്ടി. ഉപ്പച്ചി പകുതി പുട്ടാണ് ഇനി പുട്ടടി പകുതി പുട്ടടിച്ച് കെറ്റിക്കാണ്. കോഴി പൊരിച്ചിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 ആള് ഡ്രൈവർ എടുക്കും. അടുക്കള കൊള്ളൂലാന്നോ? അതൊന്നും വിശേഷക്കണ്ട. ഉള്ളി തൈര് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതാ വീണ്ടും കോഴി പൊരിഞ്ഞു കൊണ്ടിരിക്കണം. കൊള്ളാം കൊള്ളാം. ആർക്ക്? ഞങ്ങൾക്ക് കൊതി വരും. ഇപ്പൊ നിർത്തിയതാ? അത് ശരി. ഇത്രയും കാലം കൂട്ടിക്കൊണ്ടിരുന്നതാണ്. ആരാ തമിഴ്നാട്ടില്?
എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, അവൻ തമിഴ്നാട്ടിലാണ്. അപ്പൊ മലയാളം പഠിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോ ഇപ്പൊ തമിഴ്നാട്ടിലോട് ഇപ്പൊ സമ്പർക്കത്തിൽ കൂടുതൽ അതിന്റെ ഒരു തമിഴ്നാടിന്റെ ലുക്ക് ഉണ്ടല്ലേ? ആ അതല്ല, അതില്ല അത്. ബൈ ബൈ. ഓക്കെ മാ. എൻട്രിന്റെ ഇതാ മറ്റേ അപ്പോഴാണ് കുറച്ചും കൂടി ഫണ്ണായത്. സിബിൻ സിബിൻ. ഓക്കെ കാണാം. ബൈ ബൈ. ഞാനും പോവാണ്. ബൈ. ബിഗ് ബോസ് പോയിട്ട് ബാഗ് എടുക്കണ്ടേ? എല്ലാം എടുത്തില്ലേ ക്യാമറ? എന്തേ പറഞ്ഞാ നമുക്ക് എടുക്കല്ലേ അത്? വല്ല വേറെ വിടണല്ലേ? ബാറ്ററി ഒക്കെ അല്ലേ മറക്കണം, മൈക്ക് മറക്കണം. ആ റോഡിന് മൈക്ക് മറന്നിരുന്നെങ്കിൽ മൈക്ക് ഇവിടെ അത് മാത്രമേ മണ്ടക്കറ്റ് വീണാണല്ലോ. അത് ഫുള്ള് പാക്ക്ഡാണ്. അടിയാവോ? തമ്മില് മീഡിയ പ്രവർത്തകരുടെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ സ്വഭാവം പുറത്തെ. അവരിങ്ങനെയാണ്. അവരിങ്ങനെ ആവാനുള്ള കാരണം ഇത് എങ്ങനെ നമ്മൾ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും. ഇന്റർവ്യൂ മോശമായാലേ നമ്മള് അങ്ങനെ പറയല്ലേ? ആ മുട്ടായി എടുത്തോ? അതെടുക്ക, അവിടെ എടുത്ത് വെച്ചില്ലേ? ചേടാ ഇല്ലാത്ത വരുമ്പോ കൊടുത്തൂടെ? ആ മതി. അങ്ങനെ അവര് പോയി. ഇന്റർവ്യൂ നൈസ് ആയിരുന്നല്ലേ? ബോറായി.